അതിനുശേഷം ഡെഡ്പൂൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. വില്ലൻ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണ്. വില്ലൻ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കണ്ടാണ് ലാസ്റ്റ് വില്ലൻ ഹെവി ഡോസിൽ ഡെഡ്പൂളിൻ്റെ പണി കൊടുക്കുക. അങ്ങനെ ഓക്സിജൻ എല്ലാം ഒഴിവാക്കി കണ്ട് നേരത്തെ കൊടുത്തതിനേക്കാൾ ഇരട്ടി കൊടുക്കുമെന്ന്. ആ ഒരു ഇതിൽ അതിൻ്റെ എഫക്റ്റിലാണ് അവൻ്റെ മുഖവും കൈയും കാലും എല്ലാം മൊത്തത്തിൽ പോകുന്നത്. ഇതുപോലൊരു പണി ഒരിക്കലും ഡെഡ്പൂൾ പ്രതീക്ഷിച്ചില്ല. കാരണം അവൻ്റെ ഗേൾഫ്രണ്ട് ഒന്നും അറിഞ്ഞില്ല, ഗേൾഫ്രണ്ട് അറിയാണ്ടാണോ വന്നത്, പരിപാടിയൊക്കെ നോക്കിയാണോ വന്നത്. അന്നേരം ഇതുപോലൊരു പണി കിട്ടുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വില്ലൻ ഇതുപോലൊരു പണി കൊടുക്കുന്നതും പ്രതീക്ഷിച്ചില്ല. സംഭവം പ്രൊവോക്ക് ചെയ്ത് കണ്ടാണ് ഇതുപോലെ ആക്കിയത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഡെഡ്പൂൾ ഒന്നായിട്ട് ആകെ മാറിപ്പോയി. പഴയ ഡെഡ്പൂളല്ല, ഡെഡ്പൂളിൻ്റെ കോലം തന്നെ മാറി. ആകെ ഒട്ടാകെ വികൃതമായിപ്പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഡെഡ്പൂളിന് പണിയെല്ലാം കൊടുത്തതിന് ശേഷം വില്ലൻ ഇതാ ഡെഡ്പൂളിനെ കാണാൻ വന്നു. വില്ലൻ ഡെഡ്പൂളിനോട് പറയുന്നുണ്ട്, മോനെ എന്തിനാ നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്, വലിയ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ നല്ല കളിപ്പിലാണ് ഡെഡ്പൂൾ. അല്ലാതെ പണിയാണ് അതിൻ്റെ മോനെ എനിക്ക് തന്നുള്ള രീതിയിലാണ് ഡെഡ്പൂൾ നിൽക്കുന്നത്. അല്ലാത്ത അവസ്ഥയിലാണ്. അവൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു പണി അവന് കിട്ടുന്നുള്ളത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയിലാണ് കിട്ടിയത്. മുഖവും കയ്യും കാലൊക്കെ പോയില്ലേ.